കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയുടെ പ്രതീക്ഷകൾ പറയാനായി സിജോ വി ജോണാണ് ചേരുന്നത്. സിജോ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ IT ഹബ്ബ് തന്നെയാണ് കൊച്ചി. കൊച്ചി മെട്രോയുടെ വികസനമുണ്ട്, അവിടെയുള്ള ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൊച്ചിയുടെ പ്രതീക്ഷകൾ? വ്യാവസായിക നഗരമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ പ്രതീക്ഷകൾ ഏറെയും വ്യവസായ മേഖലയാണ്, IT മേഖലകൾ ഉൾപ്പെടെയാണ് ഉള്ളത്. എന്തായാലും IT മേഖലയിൽ കൂടുതൽ നിക്ഷേപം വരുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുണ്ട്. ഇൻഫോ പാർക്കിലൊക്കെ കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ പണം അതിനുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അവരുടെ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകളെന്ന്. ചേട്ടാ, ബജറ്റാണ്, എന്താണ് നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു പ്രതീക്ഷ? എന്തൊക്കെ വേണമെന്നാണ് ആഗ്രഹം? ഞാൻ പറഞ്ഞില്ല, മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി പുതിയ തലമുറകൾ വളർന്നു വരുന്നത് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞതാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ എന്താണോ അതനുസരിച്ച് വേണം. ഇവിടെ കാലിയായ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, സർക്കാർ ഭൂമി. അവിടെ ചുമ്മാ കെട്ടിടങ്ങളൊന്നും പണിതിട്ടിട്ട് കാര്യമില്ല. അവിടെ നല്ല കോംപ്ലക്സൊക്കെ പണിത് ആൾക്കാർക്ക് വെളിയിലോട്ട് പോകാതിരിക്കാനും വേണ്ടി അവിടെ തന്നെയുള്ള സ്റ്റാളുകൾ പണിത് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം അങ്ങനെ തയ്യാറാക്കുക. ഇവിടുന്ന് ഇനിയും വണ്ടിയും വിളിച്ച് 4 കിലോമീറ്റർ അകലെ പോകാതെ വെളിയിലോട്ട് റൂമും കിട്ടുന്ന ഇവിടെ തന്നെ കിടക്കുന്നത് ഇതെല്ലാം സർക്കാരിന് സ്ഥലമാണ്. അവിടെ നമുക്കൊരു സർക്കാർ ചിലവിൽ എല്ലാവരും കോംപ്ലക്സ് പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കണം. അപ്പോൾ വാടക സർക്കാരിന് കിട്ടുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതെ സാധനങ്ങൾ വാങ്ങും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ്. അത് കുറേ പേർക്ക് തൊഴിലുണ്ടാവും. ഇപ്പോൾ തൊഴിലിൽ പഠിച്ച് പഠനം പൂർത്തീകരിച്ച് നടക്കുന്ന ഒരുപാട് യുവാക്കൾ ഇവിടെ വരുന്നുണ്ട്. എനിക്കിവിടെ കപ്പലണ്ടി കച്ചവടമാണ്. ഞാൻ 9 വർഷമായിട്ട് ഇവിടെ കപ്പലണ്ടി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു തമിഴനും. ഈ കാണുന്ന ഒരു നവീകരണങ്ങളും ഇവിടെ ഇല്ലായിരുന്നു ഒന്നും. ആ തമിഴൻ മരിച്ചു പോയി കൊറോണ കാലം വന്നപ്പോൾ. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ കടകളും ഈ കാര്യങ്ങളൊക്കെ മിനിങ്ങാന്ന് വന്നതാണ്. ഇതെല്ലാം കൊട്ടേഷൻ കൊടുത്തു. ഇവിടെ ഞാനൊരു 8 തെങ്ങ് ഞാൻ വെച്ചിരുന്നു. അതിപ്പോൾ തേങ്ങ വെട്ടാറാകേണ്ട സമയം കഴിഞ്ഞു. അത് അങ്ങനെ ഒരു കളഞ്ഞിട്ടാണ് ഇവിടെ ഇതെല്ലാം വന്നിട്ടെ. എന്തായാലും അങ്ങനെ സൗകര്യങ്ങൾ കൂടുതൽ വരട്ടെ എന്നുള്ളതാണ്. അത് സൗകര്യങ്ങൾ വരണം. ഓക്കെ, അത് ഐവിയുടെ ഒരു കഴിവ് കൊണ്ടാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോഴും ഇവിടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു. അതും നല്ല കാര്യമാണ്. അത് വരും തലമുറക്ക് വേണ്ടതാണ്. അതാണ് എൻ്റെ പ്രധാനം. അല്ലാതെ നമുക്കല്ല. ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു വീട്ടിലും ആകപ്പാടെ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, അത് കഷ്ടിച്ചാ. അല്ല US പോലെ 2 കഴിഞ്ഞാൽ പിന്നെ. ചേട്ടാ, ഇന്ന് ബജറ്റാണ്. എന്താ ഇതിന്റെ? ഇന്ന് സംസ്ഥാന ബജറ്റാണ്. നമ്മുടെ കൊച്ചി ഏത് TV യാ നിങ്ങൾ? മീഡിയ വണ്ടിയാണ്. മീഡിയ വണ. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്തൊക്കെ വേണമെന്നുള്ളതാണ്? എന്തിന്റെ? ഇന്ന് സംസ്ഥാന ബജറ്റ് ആണ് ഉള്ളത്. സംസ്ഥാന ബജറ്റ്. അതെ. എന്താണ് ഇത്? വർഷങ്ങളായി ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഇവിടെ എല്ലാം മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ മോഡിയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇവിടെ എന്താ നടക്കാത്തത്? ഇവിടെ എന്തൊക്കെ വേണമെന്നാണ് ഒരു ചേട്ടനാഗ്രഹം? ഇത് ഭരണം തന്നെ എല്ലാം പുതിയ ഭരണം വരണം, പുതിയ ആൾക്കാർ വരണം. ബജറ്റിൽ എന്തൊക്കെ വേണമെന്നാണ്? ഒത്തിരി എല്ലാം മാറ്റങ്ങൾ വരണം. ഇവിടുന്ന് എല്ലാവരും വിദേശത്തേക്ക് എന്തിനാ പോകുന്നത്? ദുബായ് ചെറിയൊരു കൺട്രി അല്ലേ, കേരളത്തിന്റെ അത്രയേ ഉള്ളൂ. അവിടെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത് തന്നെ അവിടുത്തെ സാലറി ഇവിടെ ആക്കണം, സാധനങ്ങൾക്കും. എന്തായാലും കൊച്ചിയിലെ വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന തരത്തിൽ, IT മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിൽ, ടൂറിസം മേഖലയ്ക്കൊക്കെ പ്രത്യേക പദ്ധതികളൊക്കെ ഉണ്ടാകണം. വികസനം തന്നെ മുന്നോട്ട് കൊണ്ടുവരണം. അത് തന്നെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളായിരിക്കണം എന്നൊക്കെയാണ് കൊച്ചിയിലെ ആളുകൾക്കും പറയാനുള്ളത്. സിജോ വി ജോണാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.